ലോകത്ത് തന്നെ ഈ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി എന്നുള്ളത് ഭയങ്കരമായിട്ട് മാറിക്കഴിഞ്ഞു കഴിഞ്ഞ ഒരു 5-6 വർഷത്തിനുള്ളിൽ തന്നെ, പ്രത്യേകിച്ചും കോവിഡിന് ശേഷം. അതായത് ടെലിവിഷൻ കാണുന്ന പ്രേക്ഷകരുടെ എണ്ണം കുറയുകയാണ്. ടെലിവിഷൻ, ടി വി, നമ്മൾ വീട്ടിലിരുന്ന് ടി വിയിൽ ഈ പറയുന്ന ചാനലുകൾ കാണുന്ന ആളുടെ എണ്ണം കുറഞ്ഞ് പകരം എന്തെന്നു ഡിജിറ്റൽ മേഖലകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു പ്രത്യേക ഏജ് ഗ്രൂപ്പിൽ, പ്രത്യേകിച്ചും ഈ ജെൻസി എന്ന് പറയുന്ന ആ ഏജ് ഗ്രൂപ്പിൽപ്പെട്ടവർ സിനിമ കാണുന്നത് തന്നെ കുറഞ്ഞു. അവരെന്താണ് ഷോർട്ട് വീഡിയോസ്, റീൽസ്, അതിലേക്കാണ് പോകുന്നത്. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നതിൻ്റെ ഉപകരണം ഇതായി മാറി, ഫോണായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിലെന്തൊക്കെ കണ്ടൻറ്റുകൾ വരുന്നു, ഈ കണ്ടൻറ്റുകളുടെ പ്രൊഡക്ഷൻ തന്നെ ഡീസെൻട്രലൈസ് ചെയ്യപ്പെട്ടു. മുമ്പ് കണ്ടൻറ് ക്രിയേഷൻ എന്ന് പറയുമ്പോൾ സിനിമ, ടെലിവിഷൻ പ്രോഗ്രാമുകളൊക്കെ വലിയ സ്റ്റുഡിയോകളിൽ വലിയ വില കൂടിയ എക്യുപ്മെൻറ്റ്സൊക്കെ വെച്ച് ഷൂട്ട് ചെയ്ത് വലിയ വില കൂടിയ താരങ്ങൾ അഭിനയിച്ച സാധനങ്ങളാണ് നമ്മൾ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇന്ന് അതല്ല. ഇന്ന് ഒരു ഒറ്റമുറി വീട്ടിലിരുന്നുകൊണ്ട് ഒരാൾ ചെയ്യുന്ന ഒരു കണ്ടൻറ്റ് അതിന് കോടിക്കണക്കിന് പ്രേക്ഷകരുണ്ടാവുന്നു. അപ്പോൾ കണ്ടൻറ് ക്രിയേഷൻ എന്ന് പറയുന്നത് തന്നെ ഈ ഡിജിറ്റൽ ലോകത്ത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. സിനിമാ താരങ്ങളെ നമ്മൾ സൂപ്പർ താരങ്ങൾ എന്ന് വിളിക്കുന്നിടത്ത് ഇവിടെ ഇൻഫ്ലുവൻസേഴ്സ് സൂപ്പർ താരങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മൊത്തം ലാൻഡ്സ്കേപ്പ് മാറി. മാറിയപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോഴാണല്ലോ ഈ ചോദ്യം വരുന്നത്, എന്താ ഗ്രീൻ ഹൗസ് യൂട്യൂബ് ബ്ലോഗറുടെ പേര് മറന്നുപോയി, പ്രശ്നേഷ്. സത്യത്തിൽ ആ യൂണിവേഴ്സിൽ ഞാനില്ല, ഞാൻ കാണാറില്ല. പക്ഷേ എൻ്റെ മക്കൾക്കൊക്കെ അറിയാം ഈ പറയുന്ന ആളെ. പക്ഷേ ഇവരിന്ന് രാവിലെ ഞാൻ സംസാരിച്ചപ്പോൾ പിള്ളേർക്കൊക്കെ അറിയാം. ഓക്കെ, പ്രശ്നേഷ്. അപ്പോൾ ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റിയെ പറ്റിയുള്ള ഒരു പ്രശ്നം ഈ ഫാമിലി വ്ളോഗിങ്ങിനെ കുറിച്ചാണ് ഇത് വരുന്നത്. ഒന്ന്, അവരുടെ സ്വകാര്യതയാണ് അവർ വിൽക്കാൻ വയ്ക്കുന്നത്. അപ്പോൾ നമ്മളൊരിക്കലും ബ്രീച്ച് ചെയ്യാത്തൊരു കാര്യമാണ് നമ്മുടെ പ്രൈവസി എന്ന് പറയുന്നത്. നമ്മുടെ പ്രൈവസി വേറെ ആൾ ബ്രീച്ച് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ ഇവരെന്ത് ചെയ്യുന്നു, ഈ പ്രൈവസി തന്നെ വിൽപ്പനയ്ക്ക് വയ്ക്കുകയാണ്. ഞാൻ കുളിക്കാൻ പോകുന്നു ഗൈസ്, അല്ലെങ്കിൽ ഞാൻ കുട്ടിയെ നോക്കുന്നു ഗൈസ്, ഇതാ കുട്ടികളെ കാണിക്കുന്നു, ഭാര്യയെ കാണിക്കുന്നു. ഭാര്യാഭർത്തൃ ബന്ധം, ഐ മീൻ വീട്ടിൽ ഭർത്താവിന് വേണ്ടി കുക്ക് ചെയ്യുന്ന ഭാര്യ, ഭർത്താവിന് വേണ്ടി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഭാര്യ, ലിപ്സ്റ്റിക് ഇടുന്ന ഭാര്യ, അങ്ങനെ തുടങ്ങി പലതരത്തിലുള്ള കണ്ടൻറ്റുകളുണ്ട്. അപ്പോൾ അതൊക്കെ ആളുകൾ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ പാട്രിയാർക്കലായിട്ടുള്ള ചില രീതികളൊക്കെ ഈ കുടുംബങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരും. ശരിയാണ്, കാരണം അത് പുതിയ തലമുറയെ സ്വാധീനിക്കും. ഇപ്പോൾ ഞാൻ ഭർത്താവിന് വേണ്ടി രാവിലെ എഴുന്നേറ്റ് കുളിച്ച് തലയിൽ ഒരു തോർത്തൊക്കെ ചുറ്റി അടുക്കളയിൽ പോയി ചായ ഉണ്ടാക്കുന്നു, ഭർത്താവിന് കാപ്പി കൊടുക്കുന്നു. ഇത്തരം കണ്ടൻറ്റ് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ പോലും ഉണ്ട്. അതായത് നമ്മുടെ സൊസൈറ്റൽ നോം അനുസരിച്ചുള്ള ഒരു ഭാര്യയായിട്ട് ഒരു ദിവസം മുഴുവൻ ആക്ട് ചെയ്യും, ക്യാമറയ്ക്ക് മുമ്പിൽ ആക്ട് ചെയ്ത് അത് കണ്ടൻറ്റായിട്ട് കൊടുക്കുന്ന ആളുകളുണ്ട്. പിന്നെ കുട്ടികൾ, ഈ കുട്ടികളുടെ കണ്ടൻറ്റ് വരുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കുട്ടികളുടെ സ്വകാര്യതയുണ്ടല്ലോ. അപ്പോൾ ഈ കുട്ടികളുടെ സ്വകാര്യത ബ്രീച്ച് ചെയ്യാമെന്ന് അതിൻ്റെ പേരൻസ് തീരുമാനിക്കുകയാണ്. ഈ വളർന്നു വരുന്ന ഈ കുട്ടി ഈ കുറേ കഴിഞ്ഞിട്ട് ഈ വീഡിയോസ് കാണുമ്പോൾ അവർക്ക് എന്തായിരിക്കും തോന്നുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതൊരു നൈതികമായ ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിവിടെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. ഇനി അതിനൊക്കെ അപ്പുറത്ത് ഓൺലി ഫാൻസ് പേജസ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു പ്ലാറ്റ്ഫോമുണ്ട്. അവിടെ നടക്കുന്ന ശരിക്കും ഡിജിറ്റൽ പ്രോസ്റ്റിറ്റ്യൂഷനാണ് എന്നുള്ളൊരു വാദം കൂടിയുണ്ട്. അതുകൊണ്ട് അവിടെയും അത് വളരെ സെക്യൂറായിട്ടുള്ള, പ്രധാനമായ സ്ത്രീകളാണല്ലോ ആ മേഖലയിൽ ജോലി ചെയ്യുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് വളരെ സെക്യൂറായിട്ടുള്ള, മറ്റു ഉപദ്രവങ്ങളോ അപകടങ്ങളോ ഇല്ലാത്ത ഒരു മേഖലയായിട്ട് അവരതിനെ കാണുന്നുണ്ട്. ഇത് കോവിഡിന് ശേഷം ഉണ്ടായ ഒരു മാറ്റമാണ്. ഡിജിറ്റൽ പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാവുന്ന രീതിയിൽ ഓൺലി ഫാൻസ് പേജുകൾ കോടിക്കണക്കിന് ഡോളറിൻ്റെ ബിസിനസ്സായി അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സിനിമ ഇൻഡസ്ട്രി, അതുപോലെ ടെലിവിഷൻ ഇൻഡസ്ട്രി, എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുമാണല്ലോ, ഇതിനെ കവച്ച് വയ്ക്കുന്ന ഒന്നായിട്ട് ഡിജിറ്റൽ മേഖലയിലെ എൻ്റർടൈൻമെൻറ്റ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെ ഉയരുന്ന ചില നൈതികമായ ചോദ്യങ്ങളാണ് ഈ പറയുന്ന ഫാമിലി വ്ളോഗേഴ്സ്, അതുപോലെ കുട്ടികളെ ഉപയോഗിച്ചിട്ടുള്ള വ്ളോഗിങ് തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിക്കുന്നത്. അവിടെ നമ്മൾ പ്രധാനമായിട്ട് പ്രശ്നം എന്താണ്, അവർ നാടകം കളിക്കുന്നു, ഡ്രാമ കളിച്ചിട്ട് നമ്മളെ പറ്റിക്കുന്നു എന്നുള്ളതാണ്. ഇത് കാണുന്ന ആളുകൾക്ക് അറിയില്ല ഇത് ഡ്രാമയാണെന്നുള്ളത്. എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വ്ളോഗിനിടയ്ക്ക് ഇവർ തമ്മിൽ ഉടക്കുണ്ടാവുന്നു, രണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു, രണ്ടിനും ആളുണ്ടാവുന്നു, കുറേ അധികം ആളുകൾ രണ്ടുപേരുടെയും പക്ഷം പിടിച്ച് കമൻറ്റിൽ രംഗത്ത് വരുന്നു. കുറേ കഴിയുമ്പോൾ ഞങ്ങൾ ഒന്നിച്ചു ഗൈസ് എന്ന് പറഞ്ഞാൽ അവിടെ വീണ്ടും വരുന്നു. ഈ രണ്ട് ചാനലുകളും വേറെ നിലനിൽക്കുന്നു. ഇതൊരു ബിസിനസ് തന്ത്രമാണെന്ന് മനസ്സിലാവില്ല ആൾക്ക്. എനിക്ക് തോന്നുന്നില്ല. ആളുകളെ സംബന്ധിച്ച് ഇതിന് കുറേ അധികം പ്രേക്ഷകരുണ്ട്. അവരെ സംബന്ധിച്ച് അവർക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, അവർക്ക് ഇതിൽ സ്പെൻഡ് ചെയ്യാൻ സമയമുണ്ട്, ഇതവർ ചെയ്തോട്ടെ. പക്ഷേ ഇതിലെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ കാണുന്നൊരു പ്രശ്നം, ഫാമിലി വ്ളോഗിങ്ങിലൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഒന്ന് കുട്ടികളുടെ സ്വകാര്യത ലംഘിക്കപ്പെടുന്നു. അവിടെ ആ കുട്ടികളുടെ ഏജൻസി പേരൻസാണ് എടുക്കുന്നത്. ആ കുട്ടികളെ എങ്ങനെ കാണിക്കാം, അവരുടെ പ്രൈവസി നമുക്ക് പ്രശ്നമില്ലെന്ന് അവർ തീരുമാനിക്കുകയാണ്. അത് മറ്റു പല ചോദ്യങ്ങളും ഉണ്ടാവും, അവർക്ക് കൗണ്ടർ നറേറ്റീവ്സും ഉണ്ടാവും, അത് വേറെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതിലെ കണ്ടൻറ്റ് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മളിതിൻ്റെ ജഡ്ജ്മെൻ്റലായിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കാൻ നമുക്ക് ഏതായാലും പറ്റില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് ക്യാമറ തുറന്നു വെച്ച് എനിക്ക് പ്രൈവസി വേണ്ട, നാട്ടുകാർ മൊത്തം കണ്ടോട്ടെ, എൻ്റെ കുടുംബ പ്രശ്നത്തിൽ നാട്ടുകാർ മുഴുവൻ അഭിപ്രായം പറഞ്ഞോട്ടെ, എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ എന്നെ ആളുകൾ ചീത്ത വിളിച്ചോട്ടെ എന്നൊരാൾ തീരുമാനിക്കുകയും അങ്ങനെ ഞാൻ ജീവിക്കാൻ തീരുമാനിക്കും, അങ്ങനെയും പണം ഉണ്ടാക്കാൻ തീരുമാനിക്കും, ഒരു കഴിവുമില്ലാതെ.
അതായത് ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റൻ അതാണല്ലോ, വർഷങ്ങളോളം എഞ്ചിനീയറിംഗ് പഠിച്ച് ഒരു IT പ്രൊഫഷണലിന് കിട്ടുന്ന കാശും ഒരു കഴിവുമില്ലാത്തൊരു യൂട്യൂബർ കിട്ടുന്ന കാശ് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ ജീവിക്കണം എന്ന് ഒരാൾ തീരുമാനിച്ചാൽ അങ്ങനെ ജീവിക്കാം, അങ്ങനെ വേണ്ട എന്ന് വിചാരിച്ച ഒരാൾ തീരുമാനിക്കാം. എൻ്റെ സ്വകാര്യത ബ്രീച്ച് ചെയ്യപ്പെടാം, എനിക്ക് കാശ് കിട്ടിയാൽ എന്ന് ഞാൻ തീരുമാനിച്ചാൽ അങ്ങനെ ചെയ്തോട്ടെ. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള ഒരൊറ്റ പ്രശ്നം ഈ കുട്ടികളുടെ പ്രൈവസിയുമായി ബന്ധപ്പെട്ട കൺസേണാണ്. മറ്റൊന്ന്, ഇത് ഉണ്ടാക്കുന്ന സാംസ്കാരികമായ ഇൻഫ്ലുവൻസസ്. സിനിമയും ടെലിവിഷനും ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതലൊന്നും ഈ ചാനൽ ഉണ്ടാക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. സിനിമയോളം അല്ലെങ്കിൽ ഈ ടെലിവിഷൻ പ്രോഗ്രാമുകളോളം അഡിക്റ്റീവ് ആണിതെന്ന് എനിക്ക് തോന്നുന്നില്ല. അഡിക്ഷനൊക്കെ ഉണ്ടാവും, പക്ഷേ ഇത് കണ്ടൻറ്റ് ചെയ്യുന്നവർ ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഞാനിവിടെ ഇരുന്ന് പറയുന്ന ഒരു കാര്യം ശരിയാണെന്ന് വിശ്വസിക്കുന്ന കുറേയധികം ആളുകളുണ്ടാവും. അപ്പോൾ എനിക്ക് ഉത്തരവാദിത്വം കൂടുതലുമാണ്. അത് ഓരോരുത്തർക്കും സ്വയം ആർജിക്കേണ്ട ഒരു ധാർമ്മികതയാണ്. ഞാൻ പറയുന്ന കാര്യം ശരിയാണെന്ന് വിശ്വസിക്കുകയും ഞാനാൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ ഞാൻ ഉത്തരവാദിത്വത്തോടെ സംസാരിക്കുക, ബിഹേവ് ചെയ്യുക എന്നുള്ളത് അവനവൻ ആർജിച്ചെടുക്കേണ്ട ഒരു ധാർമ്മിക മൂല്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്.